നേരത്തെ പറഞ്ഞു നല്ല മനുഷ്യരായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉയരണമായി. ഈ നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല എന്താണ് എന്താ നല്ല ആർക്കാ പറയാൻ പറ്റുക? ഒരാൾ നല്ല ആന എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. വലിയ നമ്മളൊന്നല്ലേ, ഒരറിവില്ല, എന്തും പറയാം. നല്ല വലിയ പൊക്കമുള്ള, പിന്നെ പൊക്കം മാത്രം മതി, ഒത്ത തടി വേണം, പിന്നെ നല്ല വണ്ണം വേണം, നല്ല വണ്ണം വേണം, പിന്നെ ഒന്നും ആയിട്ടില്ല, നല്ല ആയിട്ടില്ല. കൊമ്പ്, ആനയ്ക്ക് നല്ല കൊമ്പ് വേണമെന്നാണ് പറയുന്നത്. ആനയ്ക്ക് കൊമ്പുണ്ടോ? ആനയ്ക്ക് കൊമ്പുണ്ടോ? ഇല്ല, ഉണ്ട്. ആനയ്ക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായമുള്ളതുണ്ട്. കൂടുതൽ പേർക്ക് ആനയ്ക്ക് കൊമ്പുണ്ട് എന്ന് പറയുന്നത്. ശരി, ആനയ്ക്ക് കൊമ്പില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. രണ്ട് അഭിപ്രായം പറയരുത്, ഏതെങ്കിലും ഒന്നെന്ന് പറയാം. ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലാന്ന് പറയരുത്, ഇല്ലാന്ന് പറയുന്നത് ഉണ്ടെന്ന് പറയാം. എന്നാൽ എൻ്റെ അഭിപ്രായം ഈ രണ്ടാം വിഭാഗമാണ്. ആനയ്ക്ക് കൊമ്പില്ല. ആടിന് കൊമ്പുണ്ട്, പശുവിന് കൊമ്പുണ്ട്, കാളയ്ക്ക് കൊമ്പുണ്ട്, മാനിന് കൊമ്പുണ്ട്, പോത്തിന് കൊമ്പുണ്ട്, എരുമയ്ക്ക് കൊമ്പുണ്ട്, ആനയ്ക്ക് കൊമ്പില്ല. അപ്പൊ കൊമ്പനാനെന്ന് പറയുന്നത്, കൊമ്പനാനെന്ന് പറയുന്നില്ലേ? കൊമ്പനാന, പിടിയാന, ഓടാനൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ കൊമ്പില്ലാത്ത കൊമ്പനാനെന്ന് പറയുക. കള്ളവണ്ടി പോകും, അയാൾ കള്ളവണ്ടി കയറി യാത്ര ചെയ്തുകൊണ്ട് കേട്ടില്ല, ഇപ്പൊ കേട്ടില്ലേ? അയാൾ കള്ളവണ്ടി കയറി യാത്ര ചെയ്തു. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ കുറേ കള്ളവണ്ടി കയറി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വിചാരിച്ചു. എന്താ പേര് പറഞ്ഞേ? കള്ളവണ്ടി. വണ്ടിക്ക് വല്ല കളത്തിലുണ്ടോ? വണ്ടിക്ക് വല്ല കളത്തിലുണ്ടോ? അത് കൃത്യമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുക, സത്യമായി പ്രവർത്തിക്കുക. പിന്നെ ആരാ പ്രവർത്തനം ചെയ്തേ? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ആളാണ്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ആളാണ് പ്രവർത്തനം ചെയ്തത്. കുറ്റമാണ് പോയി, കള്ള യാത്രക്കാരെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എന്താ പറയുക? കള്ളവണ്ടി കയറി പോയി. തെറ്റല്ലേ? അതുപോലെ തെറ്റാണ് കൊമ്പനാന. ആനയ്ക്ക് കൊമ്പില്ല. കൊമ്പ് നമ്മൾ പലതരം ഉണ്ടാവുക. ആനയ്ക്ക് ഈ പല്ലില്ല, ഉൾപ്പല്ല്, നമ്മുടെ രണ്ട് ഭാഗത്ത് ഉൾപ്പല്ലില്ല, എല്ലാവർക്കും അഹ നോക്കുന്നുണ്ടതാണ്. അപ്പൊ എന്താണ് ആനയ്ക്കുള്ളത്? ദന്തം. അതുകൊണ്ട് സംസ്കൃത ആനയെ ശുദ്ധീന്ന് വിളിക്കുക. പിന്നെ എന്താ വിളിക്കുക? ദന്തീനാണ്. സംസ്കൃതത്തിൽ ആനയെ ഒരിക്കലും ശൃംഗീന്ന് വിളിക്കില്ല, കൊമ്പുള്ളതെന്ന് വിളിക്കില്ല. പിന്നെയോ ദന്തി, ദന്തമുള്ളത്.